ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രേക്ഷകരംഗങ്ങളിൽ പ്രാർത്ഥന കൊണ്ട് സഭയെ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവർക്കും കർത്താവിന്റെ കൃപയും ആശീർവാദവും നേരുകയാണ്. നമ്മളെല്ലാവരും ഒരു യാത്രയിലാണ്, ആത്മവിശുദ്ധീകരണത്തിന്റെ ഒരു നോമ്പുകാല യാത്രയിൽ. പ്രാർത്ഥനയും പരിത്യാഗവും പ്രായശ്ചിത്തങ്ങൾക്ക് കൊണ്ടൊക്കെ നമ്മൾ നോമ്പുകാലത്തെ ഇങ്ങനെ പുണ്യങ്ങളുടെ ദിവസങ്ങളാക്കി തീർക്കുവാനുള്ള പരിശ്രമമാണ്. നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയം നല്ല കള്ളന്റെ വിശ്വാസമാണ്. ശരിക്കും ഇങ്ങനെ ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 32 മുതൽ 43 വരെയുള്ള വചനഭാഗത്ത് രണ്ട് കുറ്റവാളികൾ കർത്താവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് അവതരിപ്പിക്കുന്നുണ്ട്. അത് രണ്ട് കുറ്റവാളികൾ, അവരെ എങ്ങനെ നമ്മൾ കാണണം എന്ന് ചോദിച്ചാൽ, ദൈവത്തിന് കുരിശിൽ നിന്ന് കൊണ്ടുപോലും സുവിശേഷം പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു. ക്രിസ്തു കുരിശിൽ നിന്ന് പോലും സുവിശേഷം പ്രസംഗിക്കൊണ്ടിരിക്കുന്നു. ക്രിസ്തു തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു കുറ്റവാളിയുടെ വായിലൂടെ തന്നെ തൻ്റെ സുവിശേഷത്തെ വ്യാഖ്യാനിക്കാനും ശ്രമിക്കുന്നുണ്ട്. 2 പേർ ഒരേ കുറ്റത്തിന്, അല്ലെങ്കിൽ 3 പേർ ഒരേ ശിക്ഷയ്ക്ക് വിധേയരായിട്ട് ക്രൂശിൽ കിടക്കുന്നു. 3 പേരും കടന്നു പോകുന്ന ഒരേ വേദന, നൊമ്പരം, അനുഭവങ്ങൾ. ഇതിലൂടെ 3 പേരും കടന്നു പോകുമ്പോൾ 3 പേർക്കും ഉണ്ടാകുന്ന മാനസികമായ ചിന്തകളെയും വൈകാരികമായ പ്രക്ഷോഭങ്ങളെയും ഇതിൽ പ്രകടമാക്കി നമുക്ക് കാണാൻ സാധിക്കും. ഒരാൾ തൻ്റെ ജീവിതത്തെ ദൈവത്തിനും ലോകത്തിന്റെ രക്ഷയ്ക്കും വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, മറ്റേയാൾ ഇതിനെല്ലാം ദൃക്സാക്ഷികളായ 2 പേർ, ഒരാളെ വിധിക്കുകയും കുറ്റം പറയുകയും ചെയ്യുന്നു. മറ്റേയാൾ അതിനെല്ലാം ഒരു മധ്യസ്ഥനെ പോലെ നിൽക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കാം നമ്മളെപ്പോഴും നല്ല കള്ളൻ എന്ന് വിളിക്കുന്നത്? കള്ളനെ നല്ലതെന്ന് പറയാൻ നമുക്ക് ഒരിക്കലും സാധിക്കില്ല. എന്തൊക്കെയാണേലും കള്ളൻ നല്ലതാവുന്നില്ല. കള്ളം എന്നത് തെറ്റ് തന്നെയാണ്. തെറ്റായി തന്നെ നിൽക്കുമ്പോഴും അവനിലൊരു നന്മയുണ്ട് എന്ന് നമ്മൾ പറയുന്നതിന് കാരണം എന്താണ് എന്നതാണ് നമ്മുടെ ഇന്നത്തെ ചിന്ത. നമ്മുടെ ചിന്ത ഇങ്ങനെയാണ്: കുരിശിൽ കിടന്നുകൊണ്ട് ഒരു വ്യക്തിയിലൂടെ, കുറ്റവാളിയിലൂടെ തമ്പുരാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു സുവിശേഷം എന്താണ്? എന്തുകൊണ്ടാവാം സഭ കാലാകാലങ്ങളായിട്ട് കർത്താവിനോടുകൂടെ ക്രൂശിത്തറയ്ക്കപ്പെട്ട ഒരു വ്യക്തിയെ നല്ല കള്ളൻ എന്ന്, അല്ലെങ്കിൽ നല്ല കുറ്റവാളി എന്ന് വിശേഷിപ്പിക്കാൻ കാരണമുണ്ടായിരുന്നു? 2 കാരണങ്ങൾ കൊണ്ടാണെന്നാണ് ഞാനിങ്ങനെ മനസ്സിലാക്കുന്നത്. ഒന്ന്, ആ കുരിശിൽ കിടന്നുകൊണ്ട് കൂടെ ഉണ്ടായിരുന്ന സഹ കുറ്റവാളിയെ തിരുത്തിയും ഉപദേശിച്ചും കൊണ്ട് ഒരു മനുഷ്യൻ തൻ്റെ പാപബോധത്തെ ഈ ലോകത്തിന് മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ്. ഒരേ കുറ്റത്തിന് ശിക്ഷിക്കപ്പെടുന്ന 2 പേർ ഇതൊന്നുമല്ലാത്ത മറ്റൊരു കുറ്റത്തിന് ശിക്ഷിക്കപ്പെടുന്ന ഒരാളെ പരിഹസിക്കുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ തിരുത്തുകയാണ് തന്നിൽ ഉണ്ടായിരുന്ന പാപബോധത്തിൽ നിന്ന്. അതുകൊണ്ട് തന്നെ ആവണം നിനക്ക് ദൈവത്തെ ഭയമില്ലേ, നമ്മൾ ഈ തെറ്റിന് അർഹരാണ്, ഈ ശിക്ഷയ്ക്ക് അർഹരാണ്, ഇയാളോ അങ്ങനെയല്ല എന്ന് പറഞ്ഞ് നല്ല കള്ളൻ കൂടെ ഉണ്ടായിരുന്ന സഹകുറ്റവാളിയെ ഇങ്ങനെ തിരുത്തുന്ന ഒരു കാര്യം. അത് ഇദ്ദേഹത്തിന് പാപബോധമുണ്ടായിരുന്നു. പാപബോധത്തെയാണ് തമ്പുരാൻ വിലമതിക്കുന്നത്. നമ്മുടെ ഈ ഒരു സമീപ കാലഘട്ടങ്ങളിൽ നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന വലിയൊരു ചിന്ത, ഒരു ബോധ്യം ഇതാണ്: പാപബോധത്തെക്കുറിച്ച്. എന്തിനോടും ഫ്ലെക്സിബിൾ ആവുന്ന ഒരു കാലഘട്ടം, എന്തിനോടും. അതിപ്പം നമ്മൾ കാലാകാലങ്ങളായി അയിത്തമെന്നും മാറ്റിവെക്കുകയും ചെയ്യുന്നതിനോടൊക്കെ സോഷ്യൽ ഒരു സ്റ്റാറ്റസിന്റെ ഭാഗമായിട്ട്, ഒരു ഗ്യാതറിങ്ങിന്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ അതിനെ സൈക്കോളജിക്കലായിട്ടും ഇച്ചിരിയൊക്കെ നമ്മളിങ്ങനെ ശാസ്ത്രത്തിന്റെ ഭാഷയിലൊക്കെ നമ്മൾ ഇതിനെ വ്യാഖ്യാനിക്കുവാൻ തുടങ്ങി. ഇതിനോട് ഫ്ലെക്സിബിൾ ആവുന്ന ഒരു കാലഘട്ടം. ഈ ഫ്ലെക്സിബിലിറ്റിയിലാണ് പാപബോധം നഷ്ടപ്പെട്ടു പോകുന്നത്. എപ്പോഴും സഭ പഠിപ്പിക്കുന്ന പ്രബോധനങ്ങളിൽ ഒരു കാർക്കശ്യമുണ്ട്. ആ കാർക്കശ്യത്തെ നശിപ്പിക്കുന്നത് ഈ ഫ്ലെക്സിബിലിറ്റിയിലാണ്. ഈ ഫ്ലെക്സിബിലിറ്റി വരുമ്പോൾ നമ്മളിങ്ങനെ സോഷ്യൽ ഡ്രിങ്കിങ് എന്ന് പറഞ്ഞ മദ്യപാനത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു പുതിയ തരത്തിലുള്ള ഗോസിപ്പുകളുടെ ഒരു പുതിയ കാലഘട്ടങ്ങളിലേക്ക്, അത് ജസ്റ്റ് ഫോർ ഫൺ എന്നാണ്, ചുമ്മാ തമാശക്ക് പോകുന്നത്, ഇങ്ങനെയുള്ള കാലഘട്ടങ്ങളിലേക്ക് നമ്മളിങ്ങനെ സഞ്ചരിക്കുന്നത്. അപ്പം നമ്മൾ വളർത്തിയെടുക്കേണ്ട സുവിശേഷ പുണ്യങ്ങളിൽ ഒന്നാണ് പാപബോധം എന്ന് പറയുന്നത്. പുതിയ നിയമത്തിന്റെ ഒരു ഭാഷയിൽ എന്താണ് ഈ പാപം? പാപം അതൊരു മനോഭാവമാണ്. പഴയ നിയമത്തിന്റെ ഭാഷയിൽ ഇങ്ങനെ കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുതെന്ന് പറയുമ്പോൾ കൃത്യമായിട്ടുണ്ട്. ചോര വീഴുന്നതും മരണം സംഭവിക്കുന്നതുമായതായിരുന്നു കൊലപാതകമെങ്കിൽ പുതിയ നിയമത്തിന്റെ ഭാഷയിൽ അങ്ങനെയല്ല. നമ്മുടെ വാക്കുകൾ കൊണ്ടോ നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടോ അതിനെ ഒരു സഹോദരൻ ഉണ്ടാവുന്ന മുറിവ് പോലും കൊലപാതകത്തോട് ചേർന്ന് പോകുന്നു എന്നത് കർത്താവ് വ്യാഖ്യാനിച്ചെടുക്കുന്നു. അല്ലെങ്കിൽ ഇച്ചിരിയും കൂടി എളുപ്പത്തിൽ വ്യഭിചാരം എന്നത് ഒരു സ്ത്രീയുമായിട്ടുള്ള പ്രസംഗത്തെ ആയിരുന്നു പഴയ നിയമത്തിൽ അതിനെ ഒരു വ്യഭിചാരം എന്ന് വ്യാഖ്യാനിക്കപ്പെടുമ്പോൾ പുതിയ നിയമത്തിലെ കർത്താവ് ആ നിയമത്തെ മാറ്റി എഴുതുകയാണ്. നിങ്ങളിങ്ങനെ കണ്ണുകൊണ്ടോ ചിന്ത കൊണ്ടോ
നമ്മൾ ഇങ്ങനെ പാപത്തിൽ വീണു പോകുമ്പോഴും അത് പാപമായി തീരുന്നുണ്ടെന്നാണ്. ഇതൊരു പുതിയ നിയമത്തിന്റെ ഭാഷയാണ്. പുതിയ നിയമത്തിന്റെ ഭാഷയിൽ പാപം എന്ന് പറയുന്നത് വയലേഷൻ ഓഫ് ലവ് ആണ്. സ്നേഹത്തിന്റെ ലംഘനം അത് പാപമായി തീരുകയാണ്. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ, പൂർണ്ണ ഹൃദയത്തോടെ അയൽക്കാരനെ, പൂർണ്ണ ഹൃദയത്തോടെ തന്നെ സ്നേഹിക്കുമെന്ന് 3 സ്നേഹങ്ങളെ കുറിച്ച് തമ്പുരാൻ പറയുമ്പോൾ ഈ സ്നേഹം ദൈവത്തോടും അയൽക്കാരനോടും നമ്മളോടും എവിടെയെങ്കിലൊക്കെ കുറഞ്ഞു പോകുന്നു, ലംഘിക്കപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ പാപം വളരുന്നുണ്ട്. ഈ ലംഘനത്തിന്റെ പ്രകടമായ 2 വിക്ടിമാണ്, ഒന്ന് യൂദാസും പത്രോസും. രണ്ടുപേരും ചെയ്തത് സ്നേഹത്തിന്റെ കുറവാണ്, ലംഘനം. അത് ചുംബനം കൊണ്ടാവാം, വാക്കുകൾ കൊണ്ടാവാം. രണ്ടുപേരും ചെയ്തത് സ്നേഹത്തിന്റെ ലംഘനമാണ്. പക്ഷെ ഇവർ അതിനുശേഷം സംഭവിച്ച ഈ പാപബോധമില്ലായ്മ അല്ലെങ്കിൽ പാപബോധത്തിൽ നിന്നുണ്ടാവേണ്ട പ്രായശ്ചിത്തിന്റെ അനിവാര്യത രണ്ടുപേരിലും വ്യത്യസ്തമായിരുന്നു. ഒരാളിൽ കുറ്റബോധമുണ്ടായി, അദ്ദേഹം ജീവിതത്തെ നിരാശപ്പെടുത്തി നശിപ്പിച്ചു കളയുന്നു. യൂദാസിന്റെ അവസ്ഥ എങ്ങനെയാണ്? പത്രോസ്ലീഹ ആവട്ടെ അത് പാപബോധമാക്കി മാറ്റുകയും സ്നേഹം ലംഘിക്കപ്പെട്ടപ്പോൾ സ്നേഹത്തെ വീണ്ടെടുക്കണമെന്ന ആഗ്രഹത്തോടെ പ്രത്യാശയോടെ മുന്നോട്ട് പോവുകയും ചെയ്തു. പിന്നീട് നമ്മൾ കാണാം, ഈ സ്നേഹം ലംഘിക്കപ്പെട്ട് സ്നേഹത്തിന് വേണ്ടി പിന്നെ ജീവിച്ച മനുഷ്യന്റെ നിഴൽ വീണപ്പോൾ പോലും അവിടെ അത്ഭുതങ്ങളും ദൈവനാമവും മഹത്വീകരിക്കപ്പെട്ടു എന്നതാണ്. ഇതാണ് നമുക്കുണ്ടാവേണ്ടത്. പലപ്പോഴും ഈ കുറ്റബോധവും പാപബോധവും അങ്ങനെ ഇടകലർന്നു പോവുകയാണ്. പിടുത്തം കിട്ടാത്ത രീതിയിൽ നമ്മുടെ കാലഘട്ടത്തിൽ ഇങ്ങനെ കുറ്റബോധം എന്താണ്, പാപബോധം എന്താണ്? കുറ്റബോധം എപ്പോഴും നിരാശ നൽകുമ്പോൾ പാപബോധം അത് പ്രത്യാശയിലേക്ക് നയിക്കുന്നതാണ്. ഒരപ്പൻ മകനെ കുസൃതി കാണിച്ചതിന് തല്ലുന്നു. ഒരു ഈർക്കിലി എടുത്ത് മകനെ തല്ലി, അവൻ കുറെ നേരം കരഞ്ഞ് കയറിക്കിടന്ന് ഉറങ്ങുന്നു. ഉറങ്ങുന്ന സമയത്ത് ഈ ഒരു ചിന്ത, വേണ്ടിയിരുന്നില്ല, ഇപ്പോൾ അത് ഇത്രയും വേണ്ടിയിരുന്നില്ല എന്നുള്ളൊരു ചിന്തയൊക്കെ ഏതൊരപ്പനും ഉണ്ടാവുന്നതാണ്. അപ്പനത് കുറ്റബോധമാവാനും പാപബോധമാവാനുമുള്ള സാധ്യതകൾ വരുമ്പോൾ അപ്പൻ പുറത്തോട്ടിറങ്ങുന്നു, മകനെ തല്ലി അതേ ഈർക്കിലി എടുത്ത് തന്റെ ശരീരത്തെ അടിക്കുന്നു. അത് കുറ്റബോധത്തിന്റെ ഒരു പ്രവർത്തനമാണ്, തന്നെ നശിപ്പിച്ചു കളയുന്ന, തന്നെ വേദനിപ്പിക്കും. എന്നാൽ അപ്പൻ ആ ഉറങ്ങിക്കിടക്കുന്ന മകന്റെ അടുത്തേക്ക് ചെന്ന് അവന്റെ ആ തല്ലുകൊണ്ട പാടുകളിൽ തലോടുകയും ചുംബിക്കുകയും ചെയ്യുമ്പോൾ അത് പാപബോധത്തിന്റെ പരിണാമ പ്രവർത്തനങ്ങളിലേക്ക് സഞ്ചരിക്കുകയാണ്. നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ അങ്ങനെയുള്ള പാപബോധമാണ്. നല്ല കള്ളനിൽ പ്രകടമായിരുന്നത് ഇതാണ്: ഞാൻ തെറ്റ് ചെയ്തു, തെറ്റിനെ പരിഹരിക്കുവാൻ ഇനി ഒരു അവസരം എനിക്കില്ല, എങ്കിലും എൻ്റെ മനസ്സുകൊണ്ട്, എൻ്റെ പ്രാർത്ഥനകൾ കൊണ്ട് ഞാൻ ഇതിനെ പരിഹരിക്കാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് തിരുത്താൻ പറ്റുന്നത് ഇവനെ മാത്രമാണ്. എൻ്റെ മനോഭാവത്തെയും എൻ്റെ മനസ്സിനെയും എൻ്റെ കൂടെയുള്ളവനെയും തിരുത്താൻ ഞാൻ ശ്രമിക്കുന്നു. ആ ഒരു പ്രവർത്തനമാണ് ആ മനുഷ്യനെ നല്ലവൻ എന്ന വിളിപ്പേരിലേക്ക് നയിക്കുന്നത്. ഈ പാപബോധം നമ്മളിൽ എപ്പോഴും ഉണ്ടാവണം. പാപം സ്നേഹത്തിന്റെ ലംഘനമാണെന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു. ഈ അത് ലംഘിക്കുന്ന സ്നേഹത്തിന് ദൈവവുമായിട്ടുള്ള ബന്ധത്തെ ലംഘിക്കപ്പെടുന്നുണ്ട്, സ്നേഹബന്ധത്തെ ലംഘിക്കപ്പെടുന്നുണ്ട്. അയൽക്കാരനുമായിട്ട്, നമ്മുടെ കൂടെയുള്ള സഹജീവികളോട്, സഹവാസികളുമായിട്ടുള്ള, അത് നമ്മളോട് ചേർക്കപ്പെട്ട വ്യക്തികളോടുള്ളത് ഉണ്ടാകും, കൊളീഗുകൾ ഉണ്ടാകും, കൂടെ പഠിക്കുന്നവരുണ്ടാകും, ശുശ്രൂഷ ചെയ്യുന്നവർ, എല്ലാവരും അവിടെയൊക്കെ ലംഘിക്കപ്പെടുന്ന സ്നേഹം പാപമായി തീരുന്നുണ്ട്. ഒപ്പം നമ്മളോട് തന്നെ, നമ്മളെയും നമ്മൾ സ്നേഹിക്കേണ്ടിയിരിക്കുന്നു എന്നതാണ്. നമ്മളെ നമ്മൾ പലപ്പോഴും സ്നേഹിക്കാൻ മറന്നു പോകുന്നുണ്ട്. എണ്ണിപ്പിറക്കുന്ന ചില കർണവന്മാരെ കണ്ടിട്ടുണ്ട്. ഞാൻ അവർക്ക് വേണ്ടി അത് ചെയ്തു, ഇത് ചെയ്തു, ഇങ്ങനെ ചെയ്തു കൊടുത്തവയെ കുറിച്ചൊക്കെ പറയുമ്പോഴും, നിനക്ക് വേണ്ടി നീ എന്ത് ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ, നിന്റെ ആത്മാവിന് വേണ്ടി നീ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ, നിന്റേതായ സന്തോഷങ്ങൾക്ക് വേണ്ടി നീ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ നമുക്ക് ഉത്തരങ്ങൾ നൽകാതെ പോകും. അതുകൊണ്ട് ഈ പാപമാവാതിരിക്കണം നമ്മൾ ഈ സ്നേഹത്തിന്റെ ലംഘനം, സ്നേഹിക്കപ്പെടേണ്ട 3 ഇടങ്ങളിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കുവാൻ സാധിക്കണം. ഒപ്പം പാപം കടന്നു വരുന്ന ഒരു 3-4-5 വഴികളും കൂടെ ഞാൻ ഓർക്കുകയാണ്. ഇന്ന് ഈ ലക്ഷ്യം തെറ്റുന്നതാണ് പാപം. നമ്മൾ ജീവിക്കേണ്ട ജീവിതവും നമ്മൾ എത്തിച്ചേരേണ്ട ജീവിതവും ഒന്നാണ്. നമ്മൾ എങ്ങനെയും ജീവിച്ചിട്ട് എത്തിച്ചേരേണ്ട അടുത്തേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കില്ല. നമ്മൾ ജീവിക്കേണ്ട ജീവിതം നമ്മൾ ജീവിച്ച് തന്നെ തീർക്കണം. ജീവിക്കേണ്ട രീതിയിൽ നമ്മൾ ജീവിക്കുക. അതൊരു അപ്പനാവാം, അമ്മയാവാം, ഒരു വൈദികനാവാം, ഒരു സിസ്റ്റർ ആവാം, ആരുമാണ്. ജീവിക്കേണ്ട ജീവിതം ജീവിക്കേണ്ട രീതിയിൽ ജീവിക്കുക എന്നതാണ്. അത് ലക്ഷ്യം തെറ്റിപ്പോകുന്നതെല്ലാം പാപമാണ്. അങ്ങനെ ജീവിക്കുന്നില്ലെങ്കിൽ നമ്മൾ പാപത്തിലേക്ക് വീണു പോകുന്നതാണ്. എന്തുമാത്രം ഭംഗി ആക്കാമായിരുന്നു നമ്മുടെയൊക്കെ വാക്കുകളെ, നമ്മുടെയൊക്കെ പ്രവർത്തനങ്ങളെ, ജോലി സ്ഥലങ്ങളെ, ഭവനത്തെ, കഴിഞ്ഞ നാളുകളെ എത്രമേൽ ഭംഗിയാക്കാൻ നമുക്ക് സാധിക്കുമായിരുന്നു. ഞാൻ ഈ കഴിഞ്ഞ നാളുകളെ കുറ്റപ്പെടുത്താറില്ല. കർത്താവ് പോലും കുരിശിൽ കിടന്നുകൊണ്ട് നല്ല കള്ളനെ ആശ്വസിപ്പിച്ചുകൊണ്ട് സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ നിനക്കായി ഞാൻ തുറന്നു തരാമെന്നൊക്കെ പറയുമ്പോഴും അവന്റെ ഭൂതകാലത്തെ ഒരിക്കലും കർത്താവ് പഴിക്കുന്നില്ല.
കർത്താവിന്റെ ഒരു മനസ്സിന്റെ ശക്തി അതായിരുന്നു. കർത്താവിന് അറിയാമായിരുന്നു ഭൂതകാലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവയെ പഴിച്ചുകൊണ്ടിരുന്നിട്ടൊന്നും മനുഷ്യന് മാറ്റം സംഭവിക്കാൻ പോകുന്നു. അവന്റെ വർത്തമാനകാലങ്ങളെ ഭംഗിയാക്കാനുള്ളത് എന്ത് ചെയ്യണം? അത് തന്നെയാണ് നമ്മൾ ജീവിക്കേണ്ട ജീവിതത്തെ, ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതത്തെ, ഈ വർത്തമാനകാലത്തെ എത്രമാത്രം ഭംഗിയാക്കാൻ നമുക്ക് സാധിക്കും. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ വിസ്മരിക്കപ്പെടുമ്പോൾ പാപം ഉണ്ടാകുന്നു, പിന്നെ കുറുകെ നടക്കുകയാണ്. നന്മതിന്മകളെ കുറിച്ച് അറിവ് എല്ലാവർക്കും ഉണ്ട്. ചെയ്യുന്നത് തെറ്റാണെന്നും ചെയ്യുന്നത് ശരിയാണെന്നുള്ള നന്മതിന്മകളെ കുറിച്ചുള്ള അറിവ് നമുക്കുണ്ട്. ഈ ഇതിന് കുറുകെ, നന്മയ്ക്ക് കുറുകെ നടന്ന തിന്മയിലേക്ക് എത്തുമ്പോഴാണ്, ബോധ്യത്തോടെ ചെല്ലുമ്പോഴാണ് അത് പാവമായി, മാരകപാവമായി തീരുന്നത്. തെറ്റെന്താണെന്ന് അറിയുകയും തെറ്റിദ്ധര നിലനിൽക്കുകയും തിരുത്താതിരിക്കുകയും ചെയ്യുന്നത് മാരകപാവമായി തീരുക. കുറുകെ നടക്കുകയാണ്. ഈ നന്മയ്ക്ക് കുറുകെ നടക്കാനുള്ള ഒരു ശ്രമമൊക്കെയാണ് നമ്മളെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോൾ. പിന്നെ തെന്നിപ്പോകുന്നവരെന്ന് പറഞ്ഞാൽ സാഹചര്യങ്ങൾ കൊണ്ട് പാപം ചെയ്യുന്നുണ്ട്. നമ്മളെപ്പോഴും ജസ്റ്റിഫിക്കേഷൻ കൊടുക്കാൻ സാധിക്കില്ലെങ്കിലും ചില സാഹചര്യങ്ങൾ കൊണ്ട് പാപം ചെയ്യുന്നു, തെന്നിപ്പോകുന്നു. അത് അവരങ്ങനെ ആയിപ്പോയി എന്നൊക്കെ നമ്മൾ എങ്ങനെ പറയുമ്പോഴും പരിഹരിക്കുവാനും മാറ്റിവെക്കുവാനും നമുക്ക് കാരണങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ട് എന്നതാണ്. അതിനെ ഓർത്ത് നൊമ്പരപ്പെടേണ്ടതില്ല എന്നതാണ്. തെന്നിപ്പോകുന്നവരുണ്ട് ജീവിതത്തിലെ സാഹചര്യങ്ങൾ കൊണ്ട്. ഇവിടെയൊക്കെ നമ്മൾ ഈ കർത്താവിൽ നിന്ന്, ദൈവത്തിൽ നിന്ന്, അയൽക്കാരിൽ നിന്ന്, തന്റെ നന്മയിൽ നിന്നും തെന്നിപ്പോകാതിരിക്കാനുള്ള, ഇങ്ങനെ ഈ ചട്ടങ്ങളെയും ക്രമങ്ങളെയും പൊളിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ചില റിബല്യസ് ആവുക. ഞാനത് സൂചിപ്പിച്ചിരുന്നു. സഭ കൃത്യമായ ഫ്ലെക്സിബിലിറ്റിയെ കുറിച്ചാണ്. ഫ്ലെക്സിബിലിറ്റിയുടെ വേറൊരു ഭാഗമാണ്. നമുക്ക് കൃത്യമായ പഠനങ്ങൾ നൽകുന്നു, നമുക്ക് കൃത്യമായ പ്രബോധനങ്ങൾ നൽകുന്നു. ഇതെല്ലാം കേൾക്കുമ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ തന്നെ, എന്തിന് ഞാൻ ഇതിന്റെ ഉള്ളിൽ തന്നെ നിലനിൽക്കുന്നു, ഈ ചട്ടങ്ങളെയും ക്രമീകരണങ്ങളെയും പൊളിക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. അത് പാവമായി തീരും. അത് സഭാപരമായ കാര്യങ്ങൾ മാത്രമല്ല, പൊതു നന്മയ്ക്കുള്ള കാര്യങ്ങളിലും അങ്ങനെയാണ്. ചട്ടങ്ങളെയും ക്രമങ്ങളെയും പൊളിക്കാൻ ശ്രമിക്കുന്നു ഒരു റിബല്യസ് ആറ്റിറ്റ്യൂഡ്. അത് എപ്പോഴും ഉണ്ടായിട്ടുണ്ട്, എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. ഈ കാലഘട്ടങ്ങളിലും അത് പ്രകടമായിട്ടുണ്ടായിക്കൊണ്ടിരിക്കും നമ്മുടെ മനസ്സിലും. അതൊക്കെ പാവമായി തീരുന്നുണ്ട്. ദൈവത്തിനെതിരായി തീരുമ്പോൾ, എൻ്റെ അയൽക്കാരൻ നന്മയ്ക്കെതിരായി തീരുമ്പോൾ എനിക്ക് തന്നെ തീരുന്നുണ്ട്. ഇങ്ങനെ ഈ ഒരു ചിന്തകൾ കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരും. ഇതാണ് ആ നല്ല മനുഷ്യനെ, ആ ഒരു കുരിശിൽ കിടന്നുകൊണ്ട് ആ കുറ്റവാളിയെ, അയാൾ നല്ല മനുഷ്യനായിരുന്നു, സ്വർഗത്തിൽ അവനൊരു സ്ഥലമുണ്ടെന്ന് നമ്മൾ വ്യാഖ്യാനിച്ചെടുക്കാനുള്ള കാരണം. നല്ല കള്ളന്റെ വിശ്വാസം അത് പാപബോധത്തിന്റെ വിശ്വാസമാണെന്ന് ഞാൻ മനസ്സിലാക്കിയാണ്. അത് പാപബോധത്തിന്റെ വിശ്വാസം. ഒപ്പം അവന്റെ കൂടെ നിന്ന തമ്പുരാൻ പറയാൻ ആഗ്രഹിക്കുന്ന സുവിശേഷം ഇത് തന്നെയാണ്. ഭൂതകാലങ്ങളെ ശിക്ഷിക്കുന്നവനല്ല, ഭൂതകാലങ്ങളിലേക്ക് ഇറങ്ങി ചെന്ന് എണ്ണിപ്പെറുക്കുവാൻ നീ ഇങ്ങനെ ആയിരുന്നില്ല എന്നല്ല, ഇനി നീ എങ്ങനെയാണ്. തെറ്റിലാകപ്പെട്ട സ്ത്രീ ഇങ്ങനെ വന്നു നിൽക്കുമ്പോഴും നീ ഇങ്ങനത്തെ കാര്യമായിരുന്നില്ലേ എന്നൊന്നും തമ്പുരാൻ ചിന്തിക്കുന്നില്ല. ഇനിമേൽ പാവം ചെയ്തു, നിന്റെ കഴിഞ്ഞ കാലങ്ങളുടെ എല്ലാം ഞാൻ മായ്ക്കുകയാണ്, അത് ഇനിയില്ല. ഇനി നിലനിൽക്കുന്നതെല്ലാം വർത്തമാനകാലത്തിൽ നീ ചെയ്യാൻ പോകുന്ന, നീ സംസാരിക്കാൻ പോകുന്ന നന്മകളും പുണ്യങ്ങളുമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ എളിയ ചിന്ത ഞാൻ അവസാനിപ്പിക്കുകയാണ്. പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ആ മനുഷ്യനെ, കുരിശിൽ കിടന്ന കുറ്റവാളിയെ നല്ല മനുഷ്യനാക്കി തീർത്തത്, സ്വർഗത്തിന് സ്വീകാര്യനാക്കിയത് തന്നിൽ ഉണ്ടായിരുന്ന പാവ അവബോധമാണ്. പാവം അത് സ്നേഹത്തിന്റെ ലംഘനമാണ്, ദൈവസ്നേഹത്തിന്റെ ലംഘനം, മനുഷ്യരോടുള്ള ദൈവത്തിന്റെ ലംഘനം, എന്നോട് തന്നെയുള്ള സ്നേഹത്തിന്റെ ലംഘനം. അതിനെ നമ്മൾ ഇങ്ങനെ പരിഹരിക്കേണ്ടത് അനിവാര്യതമാണ്. പരിഹരിക്കുമ്പോൾ ഓർക്കണം, മനോഭാവങ്ങളാണ് പാവം. നമ്മൾ എങ്ങനെ കാണുന്നു, എങ്ങനെ ചിന്തിക്കുന്നു, എങ്ങനെ പ്രവർത്തിക്കുന്നു. ഇങ്ങനെ മനോഭാവങ്ങളെ ശുദ്ധീകരിക്കണമെങ്കിൽ നമ്മുടെ ലക്ഷ്യങ്ങൾ ശുദ്ധീകരിക്കപ്പെടണം. നമ്മൾ നന്മയ്ക്ക് കുറുകെ നടന്ന് തിന്മയിലേക്ക് പോകരുത്, നമ്മൾ തെന്നിപ്പോകരുത്, സാഹചര്യങ്ങൾ മൂലമാണെന്ന് പറയരുത്, നമ്മൾ ഈ ചട്ടങ്ങളെ പൊളിക്കാൻ നിൽക്കരുത്. നമുക്ക് മുമ്പേ ക്രമീകരിക്കപ്പെട്ട ചട്ടങ്ങൾ അത് എത്രയോ മേന്മയും ശ്രേയസ്സുള്ളതുമാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. തമ്പുരാൻ പറയുന്നു, നിങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളെയല്ല ഞാൻ നോക്കുന്നത്, നിങ്ങളുടെ വർത്തമാന കാലങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു. നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നവയെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ കൃപ നമ്മോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ആശീർവാദം കൂടെ തരണേ, ഞങ്ങൾക്കൊരു ആശീർവാദം കൂടെ തരണേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും സംരക്ഷണവും നാം എല്ലാവരോടും, നമ്മളുടെ കുടുംബങ്ങളുടെ മേലും, നമ്മൾ ഇന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ച എല്ലാ നിയോഗങ്ങളുടെ മേലും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.